ദിവസത്തിന് ശേഷം വീണ്ടും ഞാൻ യൂട്യൂബിലൊന്ന് സജീവമാകാമെന്ന് വിചാരിച്ചു. കുറച്ച് നാളായിട്ട് എനിക്ക് എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഒന്നിടാനും ഒരു താല്പര്യവും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നാളായിട്ട് യൂട്യൂബിലധികം വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യത്തില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഒരു ചെറിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോസ് 1-2 തവണ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. കുറേയൊക്കെ മൈൻഡിനെ നമുക്ക് ഡിസ്ട്രാക്ട് ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പറ്റുമെന്ന് പിന്നെ ഞാൻ കരുതിയിട്ടാണ് കേട്ടോ വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇന്ന് രാവിലെ എനിക്ക് നല്ല കുറച്ച് പണിയുണ്ടായിരുന്നു. ഇതിന് നല്ല ശ്വാസം മുട്ടലുണ്ടായിരുന്നുകൊണ്ട് ഇന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അയല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അയല കറി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പൊരിക്കാനുള്ള പരിപാടി മാത്രം നോക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കുഞ്ഞു ബേബി എൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് ഓരോന്നൊക്കെ ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഭയങ്കര വികൃതിയായി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനത്തെ പരിപാടികളൊക്കെ അവൾ നടത്തിക്കോളും. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് ഗോതമ്പ് വിരിച്ചിടാനുണ്ടായിരുന്നു. അത് ഉണങ്ങി അതും പോകുന്ന വഴിക്ക് എന്നെ കൊണ്ട് ഉണങ്ങണമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവർ കളിക്കാനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഇലക്ഷൻ ടൈം ആയപ്പോഴത്തേക്കിനും നമ്മുടെ ഈ കായലിൽ കയറി കിടക്കുന്ന പൂളപ്പായലെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ വന്ന് പൊരിക്കാനുള്ള മീനൊക്കെ അടുപ്പത്ത് വെച്ചെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ തുടർന്നുള്ള സഹകരണവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ പോട്ടെ, ടാറ്റാ ബൈ ബൈ, സീ യു.